അനീഷിനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാര്യം പിന്നെ പിന്നെ എന്റെ അവസരങ്ങളെല്ലാം അനീഷ് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ആ, ഇത് ജയിച്ചു കഴിഞ്ഞാല് ആ, എന്റെ കുടുംബം വഴിയാധാരമാകും. കാര്യം പിന്നെ ആ, എല്ലാ സ്വത്തുക്കളും ഞാൻ അനീഷിന് എഴുതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു ആ, അസൂയയും ദേഷ്യവും. നിനക്കൊന്ന് കാര്യം മനസ്സിലല്ലേ ഇതുവരെ? അവിടെ വേറെ മനുഷ്യരുണ്ടല്ലോ. അവിടെ ആ മനുഷ്യർ മുഴുവൻ ഇത് കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ. അതിന്റെ ഇടയിൽ കൂടെ കോമണൻ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇജ്ജാതി ഊള പരിപാടി പിന്നെ കാണിക്കുന്ന അവന് OCD ഉള്ള പയ്യനാണ്. മെന്റൽ ഡിസോർഡർ ഉള്ള പയ്യനാണ്. എന്നോട് ചോദിക്കുകയാണ് എനിക്ക് എന്താ ഇത്ര ദേഷ്യം. എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാര്യം നിങ്ങളെപ്പോലുള്ള മനുഷ്യര് ഇത്തരത്തിലുള്ള പിന്നെ ഫ്രോഡ് സാധനങ്ങളിലെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന് നിൽക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ് ബിഗ് ബോസ്. കോമണൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റിവിട്ടാൻ തന്നെ നിങ്ങൾ അവർക്ക് എന്ന് ചോദിക്കണം. ഞാൻ അതിന്റെ റിയാലിറ്റിയാണ് പറഞ്ഞത്. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപോലെ ചിന്തിക്കാം.